വെൽക്കം ടു എ പ്ലസ് ഫിസിക്സ്. മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈറ്റിന്. അതിലൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു വസ്തുവിനെ കാണണമെങ്കിൽ, ഒരു വസ്തു നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പേ ആയിട്ട് നമ്മുടെ കണ്ണിൽ റെറ്റിനയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നടക്കുന്ന സംഗതി എന്താണ്? അതായത് ഒരു വസ്തുവിനെ എനിക്ക് കാണണമെങ്കിൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു വസ്തുവിനെ നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? ആ വസ്തുവിൽ പ്രകാശം പതിക്കണം. അപ്പോൾ ലൈറ്റ് ആ വസ്തുവിൽ വന്ന് പതിക്കുന്നു. അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് അത് നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ റെറ്റിനയിലെത്തി റെറ്റിനയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ണിലെ ലെൻസ് റെറ്റിനയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിന് ശേഷമാണ്? റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയ്ക്ക് ശേഷമാണ്. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സെയിം സംഗതി തന്നെയാണ്. അതായത് ഒരു പോളിഷ്ഡ് സർഫസിൽ ലൈറ്റ് വന്ന് പതിക്കുകയും അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ, നടക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ എ ലൈറ്റ് സ്ട്രൈക്സ് ഓൺ എ വെൽ പോളിഷ്ഡ് സർഫസ്. പോളിഷ് ചെയ്ത ഒരു സർഫസ്, സ്മൂത്തായ ഒരു സർഫസിൻ്റെ മുകളിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. അതേ മീഡിയത്തിലേക്ക് തന്നെ ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റിഫ്ലക്ഷനെ വരയ്ക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? റിഫ്ലക്ഷന് വേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു വെൽ പോളിഷ്ഡ് സർഫസ് ആണ്. പോളിഷ്ഡ് സർഫസ് എന്ന് പറയുമ്പം എക്സാമ്പിൾ മിറർ ഒരു പോളിഷ്ഡ് സർഫസ് ആണ്. സിൽവർ അല്ലെങ്കിൽ മെർക്കുറി കൊണ്ട് ഒരു സൈഡ് കോട്ട് ചെയ്തിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് എന്ത് എന്ന് പറയുന്നത്? മിറർ എന്ന് പറയുന്നത്. അപ്പം ഇത് മിററാണ്. ഓക്കെ, മിറർ. ഇനി ഈ മിററിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് വന്ന് പതിക്കുന്നു. എന്നിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ, അതേ തലത്തിലേക്ക് തന്നെ, അതേ പ്ലെയിനിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്നു. എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ദർ വിൽ ബി എ റേ വിച്ച് ഇസ് ഹിറ്റിംഗ് ഓൺ ദ സർഫസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ. ദെൻ ആഫ്റ്റർ when it reaches here, it will bounce back to the same medium. അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ. അപ്പം ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ ഒരു റേ വിച്ച് ഇൻസിഡൻറ്റ് ഓൺ ദ സർഫസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? ഇൻസിഡൻറ്റ് റേ. ഇനി ഒരു ലൈറ്റ് ഒരു തലത്തിൽ സ്മൂത്ത് സർഫസിൽ പതിക്കുന്നു, ദെൻ ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ബൗൺസ് ബാക്ക് ചെയ്യുന്ന റേക്ക് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ. അപ്പം ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഇത് എത്രത്തോളമാണ് ഈ ലൈറ്റ് വന്ന് പതിക്കുന്നത് എന്നറിയാൻ നമ്മൾ ഒരു നോർമൽ വരയ്ക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ആണ്. മിററിന് അല്ലെങ്കിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന തലത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ, ഇമാജിനറി ലൈൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ. ഓക്കെ, അപ്പം ഈ നോർമൽ ഇനി എന്തിനാ വരയ്ക്കുന്നത്? നോർമൽ വരയ്ക്കുന്നത് എത്രത്തോളമാണ് നമ്മളെ ലൈറ്റ്, വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ ഇൻസിഡൻറ്റ് റേ. ഇത് എത്രത്തോളമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ വരയ്ക്കുന്നത്. ആ ആംഗിളിന് പറയുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. ഓക്കെ, അതുപോലെ തന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. റിഫ്ലക്റ്റ് ചെയ്യുന്ന റേയും നമ്മുടെ നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദെൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. ഒരു മിറർ ഉണ്ടാവും. സോ ഈ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ. അപ്പം ഏതൊരു സ്മൂത്ത് സർഫസിലും ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട്. ആ വന്ന് പതിക്കുന്ന ലൈറ്റ്
ആ വന്ന് പതിക്കുന്ന ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ. അപ്പം നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഇതാണ് റിഫ്ലക്ഷൻ. അപ്പം എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ എ ലൈറ്റ് സ്ട്രൈക്സ് ഓൺ എ വെൽ പോളിഷ്ഡ് സർഫസ്. എക്സാമ്പിൾ മിറർ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ലോ ഇവിടെ ഉണ്ട്. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഇതിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് വാട്ട് ഈസ് ആംഗിൾ ലോ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ വളരെ സിമ്പിളാണ്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് മൂന്നും ഒരു പ്ലെയിനിലായിരിക്കും. ദാറ്റ് മീൻസ് ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ലോ ഓഫ് റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ദെൻ വാട്ട് ഈസ് സെക്കൻഡ്? രണ്ടാമത്തെ എന്താണ്? Angle of incidence is always equal to angle of refraction. എങ്ങനെയാണ്? Angle of incidence is always equal to angle of refraction. എവിടെ ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിലും റിഫ്ലക്ഷൻ ആണോ എങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഒരു റിഫ്ലക്ഷൻ നടക്കുന്നു, ഇത് ഒരു മിററാണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് നോർമൽ ഉണ്ട്. ലൈറ്റ് വന്ന് പതിക്കുന്നത് ഫോർ എക്സാമ്പിൾ വിത്ത് 50 ഡിഗ്രി ആണ് ലൈറ്റ് വന്ന് പതിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത് 50 ഉണ്ടാവില്ല, 45 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് അവർ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ദാറ്റ് ഓൾസോ 50. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ 90 ആണെങ്കിലോ 90, ഇത് 90, ദിസ് ഇസ് 90. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വിൽ ഗോ ഇൻ ദ സെയിം സർഫസ്. അപ്പോഴാണ് 90 കിട്ടുക. ഓക്കെ, ഇനി അതല്ല, സപ്പോസ് ലൈറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 0 ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും. ഇത് നമ്മളെ മിററാന്ന് വിചാരിക്കുക. നോർമൽ ഇവിടെ ഉണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇൻസിഡൻറ്റ് റേ വരിക? ഇൻസിഡൻറ്റ് റേ വിൽ കം ഇൻ ദ സെയിം ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ സെയിം. സോ ഇതാണ് വെൻ ദ ആംഗിൾ ഓഫ് I is equal to angle of R is equal to 0. ഇത്തരത്തിൽ എല്ലാ സമയങ്ങളിലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ രണ്ട് ലോ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. സെക്കൻഡ് വൺ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. അപ്പം ഏതൊരു തലത്തിലും ഏതൊരു വസ്തുവിനെയും എനിക്കിപ്പോൾ ഈ പേന കാണണമെങ്കിൽ, ഞാൻ ഈ പേന കാണുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഈ പേനയിൽ തട്ടി എൻ്റെ കണ്ണിലേക്ക് വരണം. ഇത്തരത്തിൽ ഏതൊരു ബേസിക് ആയിട്ടുള്ള ഫിനോമിനയും അല്ലെങ്കിൽ വസ്തുവിനെയും അല്ലെങ്കിൽ എന്തും നടക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്? റിഫ്ലക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടാണ്. അപ്പം ഇതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. ഇതാണ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന് അടുത്ത പാർട്ടിൽ റിഫ്ലക്ഷൻ ബൈ സ്ഫെറിക്കൽ മിറർ. എന്താണ് സ്ഫെറിക്കൽ മിറർ? ഇത് പ്ലെയിൻ മിററാണ്. ഇതിന് പകരം സ്ഫെറിക്കൽ മിറർ എന്താണെന്നും സ്ഫെറിക്കൽ മിറർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ട് ആർ ദ ടേംസ് റിലേറ്റഡ് വിത്ത് സ്ഫെറിക്കൽ മിറർ എന്നൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.